Praise the Lord. കരങ്ങളുയർത്തി എല്ലാവരും കഥാവിനെ മഹത്വപ്പെടുത്തിയാണ്. നമ്മുടെ ദൈവം ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് കഥാവിനെ സ്തുതിക്കാൻ Praise the Lord. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം, ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാം ദിവസം, രാത്രികാലം നമുക്ക് ദൈവത്തിന്റെ വചനം വീണ്ടും ശ്രവിപ്പാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. ഇന്നലെ ക്ലാസ്സിന് എത്താൻ കഴിയാതിരുന്നവരെ ഇന്ന് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവരെ പ്രത്യേക ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് വരുവാനുള്ള നിങ്ങളുടെ താല്പര്യത്തെ ഞാൻ നിശ്ചയമായിട്ട് ഗണിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ വചന പഠനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കഴിഞ്ഞ ദിവസം നാം പഠിച്ചതിന്റെ തുടർച്ചയാണ് കർത്താദാസൻ പറഞ്ഞതുപോലെ നാം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് എന്താണ് തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെ ഐഹിക ജീവിത കാലത്ത് താൻ ജനങ്ങളോട് തൻ്റെ ശിഷ്യന്മാരോട് പങ്കുവെച്ചത് എന്നതാണ് നാം ഇന്ന് രാത്രികാലം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം രാത്രി പഠിച്ചത് എന്താണെന്ന് ഇന്നലെ വന്ന ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എന്തായിരുന്നു എല്ലാവർക്കും പഠിച്ചത്? ദൈവരാജ്യത്തെ കുറിച്ച്. എന്താ ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചത്? എന്റെ നിർവചനം വേദോസം പഠിപ്പിക്കുന്നുണ്ട്. എവിടെയാവുന്നത്? ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ പഠനം ആരംഭിച്ചത് മത്തായി 5-ാം അധ്യായത്തിലാകുന്നു, 18 വാക്യങ്ങളിൽ. എന്നാൽ അതിന്റെ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട് ഇവിടെ. റോമർ 14-17. എന്താ നിർവചനം? എന്താണ് ദൈവരാജ്യം? പാനീയമല്ല, പിന്നെ പരിശുദ്ധാത്മാവിൽ സന്തോഷവും തന്നെ. താങ്ക് യു. നിങ്ങളെല്ലാവരും നന്നായിട്ട് ഈ കാര്യങ്ങൾ ഗ്രഹിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. നാം ക്രിസ്തുവിന്റെ അനുയായികളാണ്. ക്രിസ്തു എന്ന പദത്തിന്റെ അർത്ഥം അഭിഷക്തൻ. ക്രിസ്തു എന്ന പദത്തിന്റെ അർത്ഥം അഭിഷക്തൻ. യേശു എന്ന പദത്തിന്റെ അർത്ഥം രക്ഷകൻ. രക്ഷകനായ യേശുവിന്റെ പൈതലായി ഒരാൾ തീരുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ രാജ്യത്തിൽ അംഗങ്ങളായി തീരുവാൻ നമുക്ക് കഴിയത്തുള്ളൂ എന്ന് നമ്മൾ കാണുവാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ രാജ്യത്തിൽ അംഗങ്ങളായി തീരുന്നവർക്കുള്ള ഭാഗ്യമാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയാക്കുന്നത്. ദൈവരാജ്യത്തിൽ ഒരാൾ അംഗമായി തീരുമ്പോൾ തനിക്കുണ്ടാവുന്ന ഭാഗ്യം യേശു കർത്താവ് ഭാഗ്യവർണ്ണനകളിലൂടെ പറയുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നാം പഠനം ആരംഭിക്കാനായിട്ട് ഇടയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിയ ഇല്ലാതെ യേശു പറഞ്ഞതുകൊണ്ട് അതിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെയായിരിക്കാം വായിക്കുന്നത്. ഓ ഹേ ആത്മാവിൽ ദരിദ്രരായുള്ള ഭാഗ്യം, അവർക്ക് സ്വർഗരാജ്യമുണ്ട്. അടുത്തത് ഇങ്ങനെ വായിക്കാം, ഹേ ദുഃഖിക്കുന്നവരുടെ ഭാഗ്യം, അവർക്ക് ആശ്വാസം ലഭിക്കും. സ്തോത്രം. ദൈവത്തിന്റെ രാജ്യത്തിൽ അംഗമാകുന്ന ഒരാൾക്ക് ദൈവം നൽകുന്ന പദവിയാണ് ഇവിടെ യേശു കർത്താവ് വ്യക്തമാക്കുന്നത്. സ്തോത്രം. ഇവിടെ ഒന്ന് നമ്മൾ കാണുവാൻ ഇടയായിരുന്നു. ആത്മാവിൽ ദരിദ്രരായുള്ള ഭാഗ്യം ഒന്ന് നോക്കിയാട്ടെ, അത് സ്വർഗരാജ്യം അവർക്കുള്ളതാ. ഇന്ന് രാത്രി സ്വർഗരാജ്യത്തിന്റെ അവകാശം നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തത് സന്തോഷത്തോടെ കാണുവാൻ കഴിയുന്നവർ കർത്താവിനെ കരങ്ങളിൽ ഉയർത്തി സ്തുതിച്ചാട്ടെ. പിന്നെ രണ്ടാമത്തെ അഷ്ടപടികളിൽ, നവരത്നപടികളിൽ രണ്ടാമത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സ്തോത്രം. ഇന്ന് പല വിധത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. അതെ, ഈ വാക്ക് അർത്ഥമാക്കുന്നത് പ്രധാനമായും 3 തരത്തിലുള്ള ദുഃഖമാണ്. ഒന്ന്, തന്റെ വിലയില്ലായ്മയും തന്റെ പാപത്തെയും ഓർത്ത് ദുഃഖിക്കുന്ന ഒരാൾ. 2, സമൂഹത്തിന്റെ പാപം ഓർത്ത് ദുഷ്ടത കണ്ട് ദൈവസന്നിധിയിൽ വിലപിക്കുന്ന ഒരാൾ. ആമേൻ. 3ാമത്, ഇഹലോക ജീവിതത്തിൽ എല്ലാ മനുഷ്യനും താനടക്കമുള്ള എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടത കണ്ടുകൊണ്ട് വിലപിക്കുന്ന ഒരാൾ. യേശു കർത്താവ് പറയുന്നത് ഇത്ര മാത്രമാണ്. പാപത്തെ കുറിച്ച് ഒരുവൻ വിലപിച്ചാലും, തന്റെ കഷ്ടതയെ കുറിച്ച് ഒരുവൻ വിലപിച്ചാലും, സമൂഹത്തെ നോക്കി ഒരുവനെ വിലപിച്ചാലും ശരി, അവന് ആശ്വാസം ലഭിക്കും എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആ വാഗ്ദത്തം ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാൻ കഴിയട്ടെ. മറ്റുള്ളവരെ ഓർത്ത് കരയാൻ ഒരു വിശ്വാസി തയ്യാറാകണം. തന്നെ ഓർത്ത് കരയുക അല്ല ചെയ്യേണ്ടത്, മറ്റുള്ളവരെ ഓർത്തും കരയാൻ കഴിയണം. ക്രിസ്ത്യാനിറ്റി ഈസ് കെയറിംഗ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്
സമൂഹമാണ്. അല്ലാതെ തീരുന്ന ഒരു ക്രിസ്തീയ സമൂഹം ഒരിക്കലും ദൈവശാസ്ത്രപരമായി ദൈവത്തിന്റെ വചനം അംഗീകരിക്കുന്നവരല്ലെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ലോകത്തിലെ പ്രത്യയശാസ്ത്രങ്ങളോ ഈ ലോകത്തിലെ മതസ്ഥാപകരെയോ നമ്മൾ സമീപിച്ചാൽ അവർക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്: ഓ, ദുഃഖം സാർവത്രികമാണ് സഹോദര അല്ലെങ്കിൽ സഹോദരി, അതുകൊണ്ട് ഈ ദുഃഖം നീ അനുഭവിച്ചേ കഴിയത്തുള്ളൂ. ഒരിക്കൽ ചൈനയിലെ തത്വശാസ്ത്രജ്ഞനായിരിക്കുന്ന കൺഫ്യൂഷ്യസിന്റെ അടുക്കലേക്ക് ഒരു മാതാവ് തന്റെ മരിച്ചുപോയ മകന്റെ ശരീരവുമായിട്ട് അടുത്തു ചെന്നു. ഈ തത്വജ്ഞാനിയായിരിക്കുന്ന കൺഫ്യൂഷ്യസിന് ഒരുപക്ഷെ എന്റെ ഈ പൈതലിന് ജീവൻ പകർന്നു കൊടുക്കാൻ കഴിയും എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ താല്പര്യപ്പെട്ട് പ്രതീക്ഷയോടുകൂടി അടുത്തു ചെന്നു. എന്താ സംഭവിച്ചത് കേൾക്കണമോ? ഈ തത്വജ്ഞാനി കൺഫ്യൂഷ്യസ് ഇങ്ങനെ പറയുവാൻ ഇടയാത്തിരുന്നു: താങ്കൾ ഒരു കാര്യം ചെയ്താട്ടെ, മകന്റെ ശരീരം ഇവിടെ കിടത്തിയിട്ട് ഈ നാട്ടിൽ എല്ലാ ഭവനത്തിലും ഒന്ന് സന്ദർശിക്കുക. ഏത് ഭവനത്തിലാണോ ദുഃഖം ഇല്ലാത്ത ഭവനം നിങ്ങൾ കണ്ടെത്തുന്നത് എന്നോട് ഒന്ന് പറയാൻ പറഞ്ഞു. ദുഃഖമില്ലാത്ത, ഉണ്ടായിട്ടില്ലാത്ത ഭവനം അവൻ തിരക്കി അവർ ഇങ്ങനെ നടക്കുവാനിടയായി. കുറെ സ്ഥലങ്ങൾ കടന്നു പോയി, കുറെ വീടുകളിൽ അവർ കടക്കുവാൻ ഇടയെത്തുന്നു. അവസാനം അവർ തിരിച്ചെത്തിയിട്ട് ഈ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു: എല്ലാ വീട്ടിലും ദുഃഖമുണ്ട്. അപ്പോൾ ഈ കൺഫ്യൂഷ്യസ് ഇങ്ങനെ മറുപടി പറഞ്ഞു: ഓ സഹോദരി, ദുഃഖം എന്ന് പറയുന്നത് സാർവത്രികമാണ്, അതുകൊണ്ട് ഇതും നിങ്ങൾ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു വിടുവാനിടയെത്തുന്നു. എന്നാൽ നമുക്കറിയാം യേശു എങ്ങനെയാണ് ഈ ദുഃഖത്തെ കാണുവാനിടയെത്തുന്നത്. ഇതുപോലെ തന്നെ ഒരു സംഭവം യേശുവിന് മുമ്പിലും ഉണ്ടാകുവാനിടയെത്തുന്നു. നമുക്ക് വേദപുസ്തകത്തിന്റെ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. കരയണ്ട എന്ന് യേശു അവളോട് പറഞ്ഞു. ശ്രദ്ധിക്കൂ, ഈ നയ്യിന്റെ വിധവയുടെ കൂടെ മകന്റെ ഒരേ ഒരു മകനാണ് മകന്റെ ശരീരവുമായി ശ്മശാനത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഈ സഹോദരി വാവിട്ട് കരഞ്ഞുകൊണ്ട് പോവുക. ആര് കേട്ടാലും ഹൃദയഭേദമായിരിക്കുന്ന ഈ കരച്ചിൽ കേട്ടുകൊണ്ട് അനേകർ ഒരുപക്ഷെ നെഞ്ചത്തടിക്കുന്നുണ്ടാകാം, ഒരുപാട് പേർ കൂടെ കരയുന്നുണ്ടാകാം, വിലപിക്കുന്നുണ്ടാകാം. ഈ സഹോദരൊപ്പം നടന്നു നീങ്ങുകയാണ്. മഹാപുരോഹിതന്മാരടക്കമുള്ളവർ, പരീക്ഷന്മാരടക്കമുള്ളവർ ഇവരെ കണ്ട് അയ്യോ നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് കടന്നുപോയിട്ടുണ്ടാകാം. പക്ഷേ ഇതാ യേശു അവിടെ എതിർപ്പെടുകയാണ്. യേശു എതിർപ്പെട്ടപ്പോൾ മറ്റാരും എതിർപ്പെട്ട പോലെയല്ല. ഇവരുടെ ദുഃഖം നിത്യമായി ദുഃഖമായി തുടരാൻ സാധ്യതയുണ്ട്. ഇവർ ഭവനത്തിലേക്ക് ഈ പ്രിയ മകന്റെ ശരീരം അവയെ സംസ്കരിച്ചിട്ട് പോകുമ്പോഴും ദുഃഖം അവിടുന്ന് വിട്ടുപോകത്തില്ല. ഇത് കണ്ടിട്ട് യേശുവോട് പറഞ്ഞൊരു പദമാണ് കരയണ്ട. എതിർപ്പെടുന്നവരുടെ, ദുഃഖിക്കുന്നവരുടെ ഹൃദയം നന്നായി മനസ്സിലാക്കുവാൻ കഴിയാൻ ഇവിടുത്തെ തത്വജ്ഞാനികൾക്കോ ഇവിടുത്തെ വൈദ്യശാസ്ത്ര രംഗത്ത് ഉന്നതതയിൽ പ്രവർത്തിക്കുന്നവർക്കോ കഴിയാതിരിക്കുമ്പോൾ അവൻ യേശു കർത്താവിന്റെ ഹൃദയത്തിലെ വേദന തിരിച്ചറിഞ്ഞിട്ട് അവിടെ ദുഃഖം മാറ്റുവാനിടയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിന് അംഗമാകുന്ന ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ് ദുഃഖിക്കുന്ന നിങ്ങളുടെ ദുഃഖം അവൻ മാറ്റി അവൻ അവർക്ക് ആശ്വാസം തരുന്നവനാണ്. അവൻ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ഈ സഹോദരി യേശു ഇവിടെ എതിർപ്പെടുവാൻ അല്പം കൂടെ താമസിച്ചു എന്നിരിക്കട്ടെ. എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇവൾ ഏകദേശം, ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ കാണുന്നത്, അവൾ ഏകദേശം പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തു. അല്പം സമയം കൂടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ പട്ടണത്തിന്റെ വാതിലിന്റെ പുറത്ത് അവിടെ ഒരുക്കിയിരിക്കുന്ന ശ്മശാനത്തിൽ ഈ ഏകജാതനെ അതെ അടക്കുവാൻ കടന്നു പോവുകയാണ്. ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, എന്റെ ഒരു ചിന്തയിൽ ഞാൻ വായിച്ച പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ അവൻ 5 മുതൽ 10 മിനിറ്റ് വരെ യേശു അന്ന് ഇവിടെ കാണാൻ വൈകിയിരുന്നുവെങ്കിൽ പിന്നെ ആ മാതാവിന് കുഞ്ഞിനെ തിരികെ ലഭിക്കത്തില്ലായിരുന്നു. ശ്രദ്ധിക്കൂ, ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്കറിയത്തില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ പന്താവിൽ അവൻ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് അവൻ നടന്നെടുത്തപ്പോൾ മറ്റാർക്കും സഹായിക്കാൻ കഴിയത്തില്ല, ചിന്തിച്ച കഴിയില്ല. ക്രൂശൻ ടൈമിലാകാം ദൈവം നമ്മോട് ഇടപെടുന്നത്. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ ഹല്ലേലൂയ അവൻ കർത്താവേ എന്റെ ഈ ദുഃഖത്തെ ആശ്വാസമാക്കുവാൻ ആർക്കും കഴിയത്തില്ലല്ലോ എന്ന് ആരെങ്കിലും ഭാരത്തോടെ
മറ്റുള്ളവരോട് പങ്കുവെപ്പാൻ അല്പം വിശപ്പുള്ളവരാണ്. സ്വീഡിഷ് പ്രോവർബ് ഇങ്ങനെയുണ്ട്, ഷെയർഡ് ജോയ് ഈസ് എ ഡബിൾ ജോയ്. ഷെയർഡ് ജോയ് ഈസ് എ ഡബിൾ ജോയ്. പങ്കുവെക്കുന്ന സന്തോഷം ഇരട്ടി സന്തോഷമാണ്. കാണാതെ പോയ ഒരാടിനെ തിരികെ കൊണ്ടുവന്ന് സന്തോഷത്തോടെ ബാക്കിയുള്ളവരോട് ആ വാർത്ത പങ്കുവെച്ചു, എല്ലാവരും ഒന്നിച്ചു ചെയ്തു, സന്തോഷിച്ചു. Shared sorrow is a half sorrow. നാം പങ്കുവെക്കുന്ന ദുഃഖം പകുതിയായിട്ടാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭാരത്തോടെ ഇരിക്കുന്ന സമയത്ത് ഒരാളോട് പങ്കുവെക്കാൻ കഴിഞ്ഞാൽ അത് സന്തോഷമാണ്. ഇന്ന് ഞാൻ പറയട്ടെ, നമുക്കൊരു ദുഃഖം ഉണ്ടെങ്കിൽ പങ്കുവെക്കാൻ ആത്മാർത്ഥതയുള്ളവർ നമ്മൾ കണ്ടെത്തിയാൽ അവരോട് ദുഃഖം പങ്കുവെക്കാൻ തയ്യാറാക്കണം. ഒറ്റയ്ക്ക് അത് ആ ഭാരം പേരിക്കൊണ്ട് ഒരിക്കലും ജീവിക്കരുത്. അത് പങ്കുവെക്കാൻ കൃത്യസമയത്ത് തന്നെ അത് പങ്കുവെക്കേണ്ടത് ആവശ്യമാണ്. Friendship doubles our joy and divides our grief. Friendship doubles our joy and divides our griefs. Friendship എപ്പോഴും നമ്മുടെ സന്തോഷം ഇരട്ടിയാക്കും. അപ്പോൾ തന്നെ അവരുടെ വേദന, നീറുന്ന വേദനകൾ പകുതിയാക്കി തരുവാനായിട്ടും ഇടയാക്കിയത്. ചിലരുടെ ഒരു കാര്യമുണ്ട്, കാരണം കൂടാതെയുള്ള ദുഃഖം മാറ്റിക്കളയാൻ നമ്മൾ തയ്യാറാകണം. ചിലർക്കുണ്ട് ദുഃഖിക്കുക എന്ന് പറയുന്ന ഒരു ഹോബിയാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇന്ന് ദുഃഖിക്കാനൊന്നും ഇല്ലല്ലോ എന്നിട്ട് എന്തെങ്കിലും ഒരു കാരണം ആലോചിച്ച് അതിനെ കുറിച്ചൊക്കെ ദുഃഖിക്കും. അതെ, നമുക്ക് ദുഃഖമില്ലാതെ ജീവിക്കാൻ കഴിയും, സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് ദേഷ്യപ്പെടുന്ന പോലെയാണ് ഏതെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് ദുഃഖം ഉണ്ടാക്കുക ഇഷ്ടമാണ്. ഇന്ന് അവൻ കഥാവല്ല അധ്വാനിക്കുന്നതും ഭാരം എന്റെ അടുത്തേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. തിരുവചനം പറയുന്നു. ചില വ്യക്തികൾ എപ്പോഴും വളരെ ഭാരപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ശാപത്തെ കുറിച്ച്. അതിങ്ങനെ ചിന്തിക്കുന്നതാണ്, എന്റെ മേൽ ഒരു ശാപമുണ്ട്, അതെങ്ങനെ മാറും, സ്തോത്രം. അതിനെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം കൂടാതെ ശാപം ഒരിക്കലും ദൈവത്തിന്റെ മക്കൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ ശാപത്തിന് അധികാരമില്ല. ധൈര്യത്തോടെ പോകണം. നമുക്കൊരു ധൈര്യം ഉണ്ടാകണം ഈ വിഷയത്തിൽ. ഇന്ന് രാത്രി ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കുവാണ്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ നോക്കിയാട്ടെ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ദൈവരാജ്യത്തിൽ അംഗമാകുന്ന ഒരാളോട് തമ്പുരാൻ പറഞ്ഞൊരു വാഗ്ദത്തമാണ്, നീ ഭൂമിയെ അവകാശമാക്കും. ഇവിടെ നമുക്കൊരു യാതൊരു നന്മയുമില്ല. ഇവിടെ നമ്മൾ പരദേശികളാ, ശരിയാ. നമ്മുടെ ശരിയായിട്ടുള്ള നമ്മുടെ നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം, ശരിയാണ്. പക്ഷേ ഈ ഭൂമി ആരുണ്ടാക്കിയതാണ്? ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ പറയുന്നു, നിങ്ങൾ ഭൂമിയെ അവകാശമാക്കും. ഇവിടെ അവൻ പരദേശിയായിട്ട് നാം പാർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഭൂമിയിലും ദൈവം നമുക്ക് അവകാശം നൽകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് പറയുന്ന കാര്യം? സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ ഗ്രീക്ക് അർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അറുതിയില്ലാത്ത കോപത്തിനും ഒട്ടും പ്രതികരിക്കാത്തതുമായ അവസ്ഥയ്ക്ക് ഇടയിലുള്ള ഒരനുഭവം. അറുതിയില്ലാത്ത കോപത്തിനും 24 hours, കണ്ണു തുറക്കുമ്പോൾ മുതൽ കണ്ണടയ്ക്കുന്നവർ വരെ ഒരു ദിവസം തൊട്ടതിന് പിടിച്ചതല്ല, കോപിക്കുക, വഴക്കുണ്ടാക്കുക, തെറ്റായിട്ട് റിയാക്ട് ചെയ്യുക. കോപ മണി നിലത്ത് വീണ ചത്തില്ല എങ്കിൽ ചത്തുവെങ്കിലും വളരെ ഫലം കാണിക്കും. ഒരുവൻ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സൗമ്യതയുടെ മനോഭാവം ഉണ്ടാകണം. തനിക്ക് ആ കഴിവുണ്ടെന്ന് ഒരാൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ തന്റെ ആ കഴിവ് നഷ്ടപ്പെട്ടു. ഞാൻ പറയുക, എനിക്ക് വിനയമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആ ചിന്തിക്കുന്ന സമയത്ത് തന്നെ എന്റെ ആ കഴിവ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, സൗകര്യമുള്ള ഒരാൾ ഒരിക്കലും പറയത്തില്ല തനിക്ക് കഴിവ് ഉണ്ടെന്ന്. പ്രവൃത്തിയിലൂടെ മാത്രമേ അത് പുറത്തു വരുത്തുള്ളൂ. ഒട്ടും പ്രതികരിക്കാതിരിക്കുന്നതിന്റെ ഇടയിലുള്ള അവസ്ഥയാണ്. ചിലരുണ്ട് ഒരു കാര്യത്തിനും പ്രതികരിക്കത്തില്ല. അങ്ങനെയല്ല പറയുന്നത്, നീതിയോടെയുള്ള പ്രതികരണം. ഒരിക്കൽ എന്നോട് ചോദിച്ചു, അനീതി കാണുമ്പോൾ പ്രതികരിക്കണ്ടേ? ഞാൻ പറയും പ്രതികരിക്കണം. എങ്ങനെയാ പ്രതികരിക്കേണ്ടത്?
അനീതി കാണുമ്പോൾ പ്രതികരിക്കുമ്പോൾ, നീതിയോടെ നാം പ്രതികരിക്കുമ്പോഴും വിനയത്തിന്റെ ഭാഷ കൈവിടാതെ പ്രതികരിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് വിജയം കാണുന്നത്. അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോഴും വിനയത്തിന്റെ ഭാഷയിലൂടെ പ്രതികരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ദൈവത്തിന്റെ വചനത്തിൽ കൊടുത്തിരിക്കുന്നത്. സൗമ്യതയോടെ നാം ഇടപെടുന്നതിനെ കുറിച്ച് മറ്റൊരർത്ഥം ഇതിനുള്ളത്. പ്രാവുസ് എന്നാണ് അതിന്റെ ഗ്രീക്ക് പദം. ആ പദത്തിന് മറ്റൊരർത്ഥമുള്ളത് വീട്ടിൽ മെരുക്കി നിയന്ത്രിച്ചു നിർത്തുന്ന മൃഗത്തെ കുറിക്കുന്നു. നമ്മുടെ വീട്ടിലൊരു വളർത്തുമൃഗത്തെ നമ്മൾ ഉണ്ടെന്നിരിക്കട്ടെ, വളർത്തുമൃഗം നമ്മുടെ വീട്ടിലുണ്ടെന്നിരിക്കട്ടെ, അതിനെ നമ്മൾ നിയന്ത്രിച്ചു വളർത്തുന്നത് പോലെ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, അതിനെ കുറിക്കുന്ന ഒരു പദമാണ് പ്രാവുസ് എന്ന പദം. ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾ വായിക്കുമ്പോൾ സങ്കീർത്തനം 37 പദത്തിൽ കാണാൻ കഴിയും. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. യഹൂദ ചിന്തയിലും താഴ്മയുള്ളവർ യഹോവയ്ക്ക് പ്രിയങ്കരനാണെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സങ്കീർത്തനം 25:9, 25:9 ആ ഭാഗം ഇപ്പോൾ വായിക്കണ്ട, പിന്നീട് നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് കഴിയും. പ്രധാനമായും സൗമ്യതയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇത് വളരെ അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണമായ സമർപ്പണം ജീവിതത്തിൽ ആവശ്യമാണ്. സമ്പൂർണമായി ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിക്കുന്നു. പൗലോസിനെ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കാൻ കഴിയും. രണ്ടാമത്, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ, സഹവിശ്വാസികളുമായുള്ള ബന്ധത്തിൽ സൗമ്യത പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ചിലർ ദൈവത്തിന് മുമ്പിൽ സൗമ്യത, മറ്റുള്ളവരുടെ മുമ്പിൽ സൗമ്യത. മൂന്നാമത്, തന്നോട് തന്നെയുള്ള ബന്ധത്തിലും എന്തായിരിക്കണം? സൗമ്യതയുള്ളവരായിരിക്കണം. മറ്റുള്ളവരുടെ ബന്ധത്തിൽ, സഹവിശ്വാസികളുടെ ബന്ധത്തിൽ സൗമ്യതയിരിക്കണം എന്നുള്ളതിനാണ് എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. വായിക്കുന്നു. എഫേസ്യർ 4:2. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ കർശനമായി പെരുമാറാൻ കഴിയുമ്പോഴും വിനയത്തിന്റെ ഭാഷ കൈവിടാതിരിക്കാൻ. കോപമാകരുത് നമ്മെ നിയന്ത്രിക്കുന്നത്, നാം കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിയും. ചില ഞാൻ പറഞ്ഞല്ലോ, ഓഫീസിൽ പോകുമ്പോൾ അവരെ പോലെ ഏറ്റവും വിനയമുള്ള വേറെ ആരും നന്നായിട്ട് പെരുമാറും. എല്ലാവരുടെ ഓഫീസിൽ പോകുമ്പോൾ ഓഫീസേഴ്സിനെല്ലാം പറയും, എന്നെ പോലെ ഏറ്റവും സൗകര്യമുള്ള ഒരു ഓഫീസർ വേറെ ആരുമില്ല, എല്ലാവർക്കും വലിയ അപ്രീസിയേഷനാണ്. പക്ഷെ വീട്ടിൽ വരുമ്പോഴേക്കും ആള് നേരെ ഓപ്പോസിറ്റാണ്. ഞാനൊരു ഉദാഹരണം പറയുന്നത് അതിലേക്ക് ഞാൻ ഇപ്പം നിൽക്കുന്നില്ല. ഒരുപക്ഷെ ആ ഓഫീസിലെ ടെൻഷൻ ആയിരിക്കാം, ഒരുപാട് ഫ്രസ്ട്രേഷൻസ് കാണും, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് വെളിയിൽ കളയാനുള്ള സ്ഥലമല്ല നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളവർ ഒത്തിരി എക്സസൈസ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സ്നേഹിതനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കാര്യം കൂടി ഇങ്ങനെ പറയാറുണ്ട്. സ്നേഹിതൻ മാത്രമല്ല, എൻ്റെ കസിനോടാണ്, ഇവയുടെ കാര്യമാണ്. ബിഗ്സ് എന്നോട് പറഞ്ഞു, എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് പാട്ട് പാടുന്നു. പാട്ടിലൂടെയാണ് താൻ അതിനെ നിയന്ത്രിക്കുന്നത്. ഏതെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് താൻ ഒരു പാട്ടൊക്കെ പാടും. പാട്ട് പാടി തീർക്കുമ്പോഴേക്കും ദേഷ്യം പോകാറുണ്ട്. ചിലരുണ്ട്, ഇപ്പൊ ഞാൻ ഈ സൈക്കോളജിക്കുള്ള വായിക്കുമ്പോൾ അതിനെ കൊടുത്തിരിക്കുന്നതായിരുന്നു. നന്നായിട്ട് ദേഷ്യം വരുന്ന സമയത്ത് പിറകോട്ട് എണ്ണാനായിട്ട് പറയാറുണ്ട്. ലൈക്ക് 10 മുതൽ താഴോട്ട്. നമുക്ക് നന്നായിട്ട് ദേഷ്യം വരുന്ന സമയത്ത് ഒരു വാക്ക് പറയുന്നതിന് മുമ്പേ 10, 9, 8, 7, 6 തുടങ്ങി താഴോട്ടൊന്ന് എണ്ണിക്കഴിഞ്ഞ ശേഷം നമ്മൾ ദേഷ്യപ്പെടാൻ തീരുമാനിച്ചാൽ ഏകദേശം സഭ്യമായ ഭാഷകളൊക്കെ നമ്മുടെ വയലത്ത് വന്നിരിക്കും. വേറെ കാര്യം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ചിലർക്ക് 10 താഴോട്ട് എണ്ണിയാൽ ദേഷ്യം തീരത്തില്ല, നമ്മൾ 100 താഴോട്ട് എണ്ണിയാൽ തീരത്തുള്ളൂ. എങ്ങനെയായാലും വേണ്ടില്ല, നമ്മുടെ ദൈവരാജ്യത്തിലുള്ള പ്രവേശനത്തിന് തടസ്സമായി തീരരുത്. ഇഷ്ടം ചില വ്യക്തികളുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ എന്തോ ചോദിച്ചാൽ വിശേഷം എന്ന് ചോദിച്ചാൽ, എന്നാ എന്നെ കണ്ടിട്ട് അസുഖമുണ്ടോ?
നമ്മൾ വലിയ വിശേഷം ചോദിച്ചു, എന്താ വെച്ചാൽ അസുഖമായിട്ടിരിക്കുന്ന മുഖം പാടിയിരിക്കുന്നത്, എന്നെ കണ്ടിട്ട് മുഖം പാടിയിരിക്കുകയാണോ? സി അതെ, എല്ലാ ഇലകളും നല്ലതാ എന്ന് നമ്മൾ പറയുമ്പോഴും ചില ഇലകളെ തൊടുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ പോലെയാണ് ചില വ്യക്തികൾ. ഞാൻ പറയട്ടെ, നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചികരത്തിയിരിക്കണം. നാം മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നവരാണ്. ഒരു പക്ഷെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മളെ ടെൻഡ് ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടാകും, ഒരുപാട് സംസാരിക്കേണ്ട വിഷയമുണ്ടാകും. കഴിഞ്ഞ ദിവസം ഞാൻ വാഹനത്തിൽ വന്ന സമയത്ത് കണ്ടു ഒരു ബസ്സുകാരൻ ഒരു ക്രോസിംഗ് ഇടയ്ക്ക് ഒരു കാർ വന്നു. ഉടനെ തന്നെ ഈ മനുഷ്യൻ ദേഷ്യം വന്നിട്ട് പിന്നെ മനസ്സിലായത് അദ്ദേഹം തുപ്പിയത് താൻ അടച്ചിട്ടിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് തന്നെയാണ് തുപ്പിയതെന്ന് മനസ്സിലായത്. ഇഷ്ടം ശ്രദ്ധിക്കും, പലപ്പോഴും നമ്മൾ ഇതിൽ നിന്നുകൂടെ പ്രതികരിക്കുന്നത് നമുക്ക് തന്നെ പലപ്പോഴും എന്താകുന്നുണ്ട് ശരിയാക്കിയത്. നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മളുടെ ഒരു മനസ്സിലേക്ക് ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ കോപിച്ച ഏതെങ്കിലും ഒരു സമയം കോപിക്കേണ്ടി ഇരുന്നില്ല എന്ന് ചിന്തിച്ച സമയം ഉണ്ടാകും. അത്രയും ഞാൻ കോപിക്കണ്ടായിരുന്നു, അത്രയും കട്ടിയായിട്ടുള്ള ഭാഷ പറയണ്ടായിരുന്നു, അങ്ങനെ ആ ഒരു നല്ല ഒരു സീൻ ഞാൻ മോശമാക്കണ്ടായിരുന്നു, എന്റെ വാക്കുകൾ എന്റെ പ്രവർത്തി കൊണ്ട് അത് അത്രയും മോശമായി പോയല്ലോ. കുടുംബജീവിതത്തിലാണെങ്കിൽ ഒരു ദിവസം നന്നായിട്ട് എല്ലാം ചെയ്യും, പക്ഷെ അന്ന് അത്രയും നേരം പ്രശ്നം ഉണ്ടായില്ല, രാത്രിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ നമ്മൾ ചിന്തിച്ചത് നമ്മുടേതായിരിക്കുന്ന ചിന്തകൾ കൊണ്ട് അങ്ങനെ ഉണ്ടായെങ്കിൽ അത് ഏത് നിലയിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്ന് ചിന്തിക്കണം. ഈ സമയത്ത് ഏതെങ്കിലും രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരും, എനിക്ക് ഏത് രീതിയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ചില വാക്കുകളാണ് എൻ്റെ ഭാര്യയോട് പറയും, ചില വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് സഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നത് ചില കാര്യങ്ങൾ പക്ഷെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ എപ്പോഴും പറയും, ഞാൻ പറഞ്ഞു ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം, ഇനി ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഞാൻ പറയട്ടെ, സഭ്യമായ ഭാഷയാണ് നമുക്ക് തോന്നിയാലും ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കത് അങ്ങനെ തോന്നിയില്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ പഠിക്കണം. നമുക്ക് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, താണുനിലത്തെ നീരുള്ളൂ, അവിടെ ദൈവം നമ്മൾ ദൈവഭാഗ്യം അല്പം ഒന്ന് താന്നു മറ്റുള്ള ഭാഗ്യം ക്ഷമിക്കാൻ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം നമ്മൾ ഉയർത്തുവാനാണ്. പറയുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ? അവൻ ഭൂമിയെ അവകാശമാക്കും. ദൈവം നമുക്ക് നൽകുന്ന പല നന്മകളും ചോർന്നു പോകാൻ കാരണം ചോദിച്ചാൽ അവൻ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി നാം അറിയാതെ വളർന്നു വരാറുണ്ട്. അവൻ ഒരു രണ്ടു വ്യക്തിത്വത്തിന്റെ ഉടമകളായി ചിലരൊക്കെ തീരാറുണ്ട്. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്, ദൈവവിശ്വാസം അങ്ങനെ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവൻ അങ്ങനെ ഒരു വളർച്ചയ്ക്ക് നാം ഒരിക്കലും ഇടം കൊടുക്കരുത്. ദൈവം നമ്മോട് പറയുന്നത് ദൈവം ഭാഗെ അവൻ പൂർണ്ണ വിനയത്തോടെ ഇരിക്കണം. യേശുവിന്റെ ഒരു ഭാഗം നമ്മൾ കാണുന്നത് 26 അധ്യായം 63 വാക്യം കേൾക്കുന്നത് വായിച്ചു. യേശു മിണ്ടാതിരുന്നു. നോക്കിയാട്ടെ, യേശുവിനെ കുറിച്ച് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എല്ലാ തിന്മയും കളവായി പറയുക, യേശുവിനെ പ്രതിവചിക്കാമായിരുന്നു, പക്ഷേ യേശുവിനെ മിണ്ടാതിരുന്നു. ഞാൻ പറയട്ടെ, ചില സന്ദർഭങ്ങളിൽ സൈലൻസ് എന്നുള്ളത് നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ പ്രതികരിക്കുന്നതിനേക്കാൾ ശക്തിയുള്ളതാണ്. എല്ലാ സമയങ്ങളും അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഒരു കാര്യത്തെ നേരിടുന്നത്, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറാകരുത്. പ്രൊവോക്ക് ചെയ്യുന്ന എല്ലാത്തിനും പ്രൊവോക്ഡ് ആകരുത്. ചിലർക്ക് ഇഷ്ടമാണ് നമ്മൾ പ്രൊവോക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു ആനന്ദം കണ്ടെത്താനായിട്ട്. അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കരുത്. ചില സന്ദർഭങ്ങളിൽ എന്തെല്ലാം കേട്ടാലും അല്പനേരം മൗനത്തോടെ ഇരിക്കാൻ നമ്മൾ പഠിച്ചാൽ നമുക്കുള്ള ഉച്ചത്തിൽ നമുക്കുള്ള ശബ്ദം മുഴുവൻ എടുത്ത് നാം പ്രതികരിക്കുന്നതിനേക്കാളും നല്ലത് അതായിരിക്കും. ഞാൻ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരാം. ആമേൻ. അടുത്ത നമ്മൾ വായിക്കുന്നത്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നോക്കൂ, ഇന്ന് തൃപ്തിയില്ലാത്തൊരു ലോകമാണ്. എവിടെ തിരിഞ്ഞാലും കാണാൻ കഴിയുന്ന തൃപ്തിയില്ല, അതൃപ്തനാണ്. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ തൃപ്തി മാത്രം നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിന്റെ ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് തൃപ്തി. ഇഷ്ടം തിരുവചനം പറയുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ.
അവർക്ക് തൃപ്തിയുണ്ടാകും. ദിഖായസുനെ എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ. അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് നിർമ്മല മനസാക്ഷിയോടെ, സുതാര്യതയോടെ, പരമാർത്ഥ ഹൃദയത്തോടെ, അചഞ്ചലമായി ദൈവത്തെ വിശ്വസിക്കുന്ന അവസ്ഥയാണ് നീതി എന്ന് പറയുന്നത്. സ്തോത്രം. പ്രവൃത്തിയിലൂടെ മാത്രമേ ഇത് വെളിപ്പെടുത്താൻ കഴിയൂ. എന്റെ ഹൃദയത്തിൽ ഞാൻ നീതിമാനാണെന്ന് പറയേണ്ട കാര്യമില്ല. ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകണം. പക്ഷേ നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നീതി വെളിപ്പെടുന്നത്. സ്തോത്രം. ദൈവസ്നേഹമുള്ള ന്യായമാണ് നീതി എന്ന് പറയുന്നത്. എന്താ ഈ ന്യായവും നീതി എന്നുള്ള വ്യത്യാസം? വേഗത്തിൽ ഞാൻ തന്നെ പറയാം. ന്യായം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവവുമായിട്ട് ബന്ധമില്ല, ദൈവികമായിട്ട് അല്ലെങ്കിൽ മതപരമായി ബന്ധമില്ലാത്തൊരു പദമാണ്. ന്യായാധിപൻ എന്നുള്ള പറയാറുണ്ട്. കാരണം പൊതുലോകത്തിൽ സെക്കുലർ വേൾഡിൽ ഉപയോഗിക്കുന്ന പദമാണ് ന്യായം എന്നുള്ളത്. എന്നാൽ വേദപുസ്തകപരമായിട്ട് നമ്മൾ കാണുമ്പോൾ അതിന് തത്തുല്യമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഇത് നീതി എന്ന് പറയുന്നത്. റിലീജിയസ് ആയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് നീതി എന്ന പദം. ഹീസ് എ റൈറ്റസ് മാൻ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വേദപുസ്തകപരമായിട്ടാണ്. എന്നാൽ അതിന്റെ ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. ദൈവസ്നേഹമുള്ള ന്യായമാണ് നീതി. ന്യായത്തിലുള്ള കുറവെന്ന് പറയുന്നത് അത് മാനുഷികമാണ്. കൂടുതൽ സമയത്തും അതിൽ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമുള്ള നീതിയുടെ പേരാണ്, ദൈവസ്നേഹമുള്ള ന്യായത്തിന്റെ പേരാണ് നീതി എന്നുള്ളത്. സ്തോത്രം. ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, സാമൂഹിക അർത്ഥമുണ്ട്. എല്ലാ ചൂഷണങ്ങൾക്കും അതിൽ വരും എന്നുള്ളതാണ് അത് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത്. ആമോസിന്റെ പ്രവചനം നമുക്ക് എടുക്കാം. 5-ാം അധ്യായം 7, 11, 12 വേദത്തിൽ വായിച്ചാൽ നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ഗോപുരത്തിന്റെ ദരിദ്രമായിട്ട് ന്യായം മറച്ചു കളയുകയും ചെയ്യുന്നവരെ, നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയും നിങ്ങളുടെ പാപങ്ങൾ കഠിനവും എന്ന് ഞാൻ അറിയുന്നു. ആമേൻ. നീതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാകിയാൽ ജീവിതത്തിൽ ഒരു സമയത്തും അനീതിയുമായി ബന്ധപ്പെടാൻ നാം തയ്യാറാകരുത്. നീതിമാനെ ക്ലേശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവവൈദ്യനെ ക്ലേശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അടിയെ കൊടുക്കുക അല്ലെങ്കിൽ തല്ലു കൊടുക്കുക എന്നുള്ളതല്ല, ഒരുപക്ഷെ വാക്കുകൊണ്ടുള്ള പോലും ഒരു നീതിമാനെ ക്ലേശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. നീതിമാനെ മാത്രമല്ല, ദരിദ്രനെയും ക്ലേശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. അപ്പൊ രണ്ടാമത്തെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ധാർമ്മിക നീതിയും ആത്മീയ നീതിയുമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗമാണ് അതിന് ആധാരമായിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം, 6-ാം അധ്യായം 1-ാം വാക്യം. ഈ രണ്ട് ഭാഗത്തും അതുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നു. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ചില തങ്ങളിൽ തന്നെ നീതിമാനാണ്. പക്ഷെ ഇവിടെ പറയുന്നത് പുറത്ത് കാണിക്കുന്ന നീതിയല്ല. നമ്മൾ ദിവസം ധരിക്കുന്നു, ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ പറയുന്നത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നീതി ഉയരണം. കാരണം പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും അവര് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി നീതി ചെയ്തവരായിരുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങൾ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുകയും എന്ന് പറയുന്നുണ്ട്. പരീക്ഷന്മാരെ കുറിച്ച് പറയുമ്പോൾ 7 തരത്തിലുള്ള പരീക്ഷന്മാരുണ്ട്. ചിലവുള്ള പരീക്ഷന്മാർ, കുനിഞ്ഞു നടക്കുന്ന പരീക്ഷന്മാർ, ദാനധർമ്മം ചെയ്യുന്ന പരീക്ഷന്മാർ, തോൾ പരീക്ഷന്മാർ, ഇങ്ങനെ 7 തരത്തിലുള്ള പരീക്ഷന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ. തോൾ പരീക്ഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത നീതി പ്രവർത്തികൾ ഈ തോളിന്റെ ഈ സൈഡിൽ എന്ത് ചെയ്യും? ഒരു ചെറിയ തുണി വെച്ചിട്ട് അതിൽ 1, 2 എന്ന് പറഞ്ഞ് എഴുതും. എന്നിട്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി, ചന്തസ്ഥലത്തോ പൊതുസ്ഥലത്തേക്ക് പോയി നിൽക്കുന്ന സമയത്ത് അടുത്തുള്ളവർ വന്ന് ഈ ലിസ്റ്റ് വായിച്ചിട്ട് പറയും, ഓ നിന്നെ പോലെ തീരുമാനമായിട്ട് ആരുമില്ല, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. കർത്താവ് പറയുന്നത് എന്താണ് അവിടെ പറയുന്നത്? അവിടെ വെച്ച് അവിടെ പ്രതിഫലം ലഭിച്ചു പോയി. സ്തോത്രം എന്ന് പറഞ്ഞാൽ നാം ദൈവമുമ്പാകെ ചെയ്യുന്നത്
ആമേൻ, അതെ, വളരെ രഹസ്യത്തിൽ ചെയ്യേണ്ടതാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുക. ഇന്ന് എനിക്കറിയാം ദൈവത്തിന്റെ മക്കൾ അങ്ങനെ ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഒരിക്കൽ പോലും ഈ ലോകത്തിലെ ഒരു പ്രതിഫലത്തിന് വേണ്ടിയോ പേരിന് വേണ്ടിയോ നമ്മൾ അത് ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ സ്വർഗത്തിലെ പ്രതിഫലം നമുക്ക് നഷ്ടമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ ഇടയാക്കിയത്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എന്താണ് ഈ നീതിയെ കുറിച്ച് നമുക്ക് കാണാൻ? പലപ്പോഴും ഇന്ന് ദൈവങ്ങളുടെ ഇടയിലായാലും നീതി ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടുപ്പുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും അമ്മാമ എന്നോട് പറഞ്ഞു, എന്റെ ദൈവദാസ, ഞാൻ നീതി ചെയ്ത് മടുത്തു, ആൾക്കാരെ സഹായിച്ച് ഞാൻ മടുത്തു. പക്ഷേ എന്നാ കാര്യം പറഞ്ഞാൽ, ഞാൻ നീതി ചെയ്യുന്നു, പക്ഷെ എനിക്ക് ലഭിക്കുന്നതെല്ലാം തിരിച്ച് ലഭിക്കുന്നതെല്ലാം അനീതിയാണ്. ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്, പക്ഷെ ആരും എന്നെ സഹായിക്കാറില്ല. ഞാൻ എല്ലാവർക്കും നന്മയെ ചെയ്യാറുള്ളൂ, പക്ഷെ അവരെല്ലാം തിരിച്ചു ചെയ്യുന്നത് തിന്മയാണ്. വേദന ഒരുപാടുണ്ട്. തിരുവചനം പറയുന്നു, അവൻ നീതി ചെയ്യുന്നതിൽ മടിപ്പുള്ളവർ ആകരുത്. സ്തോത്രം. അങ്ങനെ ഒരു തീരുമാനം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലായിക്കോണം. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയോ ഒരു പരാജയം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. തിരുവചനം പറയുന്നു, അതിനുള്ള ആർത്തി ഒരു കാരണവശാലും നഷ്ടപ്പെടരുത്. അവൻ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ് എപ്പോഴും ദൈവത്തിൽ ഉണ്ടാകണം. നീതി ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിശപ്പ് നമുക്ക് ഉണ്ടാകണം. അത് നമ്മെ പിന്നോട്ട് വലിക്കുവാൻ ആരെയും നാം അനുവദിക്കരുത്. അതാണ് ദൈവത്തിന്റെ പൈതൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, 1 രാജാക്കന്മാർ പുസ്തകം 8:18 വായിക്കുമ്പോൾ ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞൊരു കാര്യമാണ്. അവിടെ ദാവീദിന് ആഗ്രഹം ഉണ്ടായി ദൈവാലയം പണിയാൻ. ദൈവം പറയുന്നത്, ദൈവാലയം പണിയാൻ ഒരു ആഗ്രഹം ഉണ്ടായത് തന്നെ നല്ലത്. യഹോവയെ നല്ലതെന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി നീതി ചെയ്യാൻ ഒരു ആഗ്രഹം ഉള്ളത് തന്നെ നല്ലതാണെന്ന് ദൈവത്തിന് എന്ന് പറഞ്ഞാൽ, നീതി ചെയ്യാനുള്ള മനസാക്ഷി ഒരിക്കലും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടരുത്. കർത്താവ് ഒരു വൃക്ഷമായിട്ടാണ് നമ്മെ നടന്നിരിക്കട്ടെ. കർത്താവ് ഒരു വൃക്ഷമായിട്ട് നൽകുകയാണെങ്കിൽ അത് എത്ര വലിപ്പമുണ്ടെന്നല്ല കർത്താവ് നോക്കുന്നത്. ആ വൃക്ഷം എത്ര വലുതായി എന്ന് കർത്താവ് നോക്കാറുണ്ട്. പക്ഷെ കർത്താവ് നോക്കുന്നത് അതെന്ത് ഫലമാണ് കായ്ക്കുന്നത്, എത്ര ഫലങ്ങളാണ് കായ്ക്കുന്നതാണ് കർത്താവ് നോക്കുന്നത്. നമ്മുടെ വലിപ്പമല്ല ദൈവം നോക്കുന്നത്. പ്രത്യേക ദൈവം നോക്കുന്നത് നീതിയുടെ ഫലങ്ങളാണോ നമ്മളിൽ നിന്ന് കായ്ക്കുന്നത് എന്നതാണ് കർത്താവ് നോക്കുന്നത്. കൊയ്ക്ക സമൂഹത്തിന്റെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലി ഇങ്ങനെയുണ്ട്, ഇരുളിനെ ശപിക്കുന്നതിലും നല്ലത് ഒരു തിരി കത്തിക്കുന്നതാണ്. ചിലരുണ്ട്, ഓ ഇതൊരു ഞാൻ പറയും, ഇതൊരു തകർന്ന ഭവനമാണ്, ഇതൊരു പ്രകാശമില്ലാത്തവൻ, അന്ധകാരമുള്ള സ്ഥലമാണ്. ജീവിതത്തിൽ എപ്പോഴും അതൊക്കെ പറയാറുണ്ട്. ഞാൻ പറയട്ടെ, കർത്താവ് ഒന്നിനെ വിശദീകരിച്ചാൽ പിന്നെ നാം എന്തിനാണ് ഭാരപ്പെടുന്നത്? ഇന്ന് അന്ധകാരത്തെ ശമിക്കുന്നതിന് നല്ലതാണ്. പ്രിയ സഹോദര സഹോദരി, നാം ഏത് സ്ഥലത്തായിരുന്നാലും, ഒരുപക്ഷെ ഓഫീസിലായിരിക്കാം, ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഇടയിലാകാം, അവിടെ ഒരു കൈത്തിരി കത്തിക്കാൻ കഴിയുമെങ്കിൽ അവിടെ ദൈവം പ്രസാദിക്കും. ഒരു സഭയുടെ വലിപ്പം ദൈവം നോക്കുന്നത് സീറ്റിംഗ് കപ്പാസിറ്റിയിലല്ല. പലരെയും ഇവിടെ നോക്കുന്നതെല്ലാം സീറ്റിംഗ് കപ്പാസിറ്റി, എത്ര പേര് ഇരിക്കാനുണ്ട്, എത്ര പേരുണ്ട്, അതിനനുസരിച്ചാണ് സഭയുടെ വലിപ്പം. പക്ഷെ ദൈവാസന പറഞ്ഞിട്ടുണ്ട്, is not on the seating capacity but on the sending capacity. എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി മിഷണറിമാരായിട്ട് എത്ര പേരെ അയക്കാൻ ഒരു സഭ താല്പര്യപ്പെടുന്നു, എത്ര പേർ പോയിട്ടുണ്ടോ, അതിനനുസരിച്ചാണ് ഒരു സഭയുടെ വലിപ്പം കണക്കാക്കുന്നത്. എന്നാൽ ഞാനൊരു സഭയുടെ ഒരു ഹിസ്റ്ററി വായിച്ചു. അവിടെ നിന്ന് 50-ലധികം പേരാണ് സുവിശേഷന്മാരായിട്ട് പോയിട്ടുള്ളത്. ഇവിടെയല്ല, നാട്ടിൽ ഒരു സഭയുടെ കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നീതിക്ക് വേണ്ടി നിൽക്കുകയും ദൈവരാജ്യത്തിന്റെ പ്രഘോഷണത്തിന് വേണ്ടി നമ്മുടെ സഭയിൽ നിന്ന് ചിലരെ അയക്കുവാൻ താല്പര്യമുള്ള ട്രെയിൻ ചെയ്യിക്കുവാൻ നമുക്ക് കഴിയണം. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ചില ജീവിതത്തിൽ തൃപ്തി ഉണ്ടാകുന്നതിന് പ്രധാന കാരണം അവർക്ക് ദൈവം നൽകിയ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ബോധ്യമില്ലാത്തതുകൊണ്ട്. ഒരു ചെറിയ എക്സസൈസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഏതെങ്കിലും നിലയിൽ തൃപ്തി ഇല്ലാത്തവരാണെങ്കിൽ ഒന്നാമത് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വിശ്വാസികളെ ഉള്ളൂ എന്നുള്ളോട് പറയുന്നു, എന്റെ രക്ഷകനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞു. ഒന്നാ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ഇടാം.